ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഗാർലിക് റൈസ് ആണ്. ഗാർലിക് റൈസ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് ബസുമതി റൈസിലാണ് ഇന്ന് ഗാർലിക് റൈസ് ഉണ്ടാക്കുന്നത്. ഏത് റൈസ് വേണോ നിങ്ങൾക്ക് എടുക്കാം, സാധാരണ ചോറും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടാകുമ്പോഴത്തേക്കും നെയ്യ് ഒഴിക്കുക, കടുക്, അതേപോലെ തന്നെ കുഞ്ഞ് ജീരകവും ഇട്ട് പൊട്ടിച്ച ശേഷം നമ്മൾ ചതച്ച് വെച്ച് ഗാർലിക്കിലോട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് കൈവച്ച് തിരുമിയിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അതിലേക്ക് ഞാൻ കറിവേപ്പില ആഡ് ചെയ്തു, അതേപോലെ മല്ലിച്ചപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഈ സമയമാണ് നമ്മൾ ബസുമതി റൈസ് ആഡ് ചെയ്യുന്നത്. ഇത് വേവിച്ച റൈസാണ്, മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ചതാണ്. നമ്മുടെ ഗാർലിക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ചോറും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഗാർലിക് റൈസ്. വളരെ ടേസ്റ്റി ആയതുകൊണ്ട് തന്നെ മറ്റ് കറികളൊന്നും തന്നെ വേണ്ട. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ.